ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബീഫിൻ്റെ ലിവർ വെച്ചൊരു ടിക്കയാണ്. നമ്മൾ ബീഫ് ടിക്ക ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ലിവർ വെച്ച് ടിക്ക ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ബീഫ് ലിവർ ടിക്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലിവർ ടിക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലിവർ ടിക്ക ഉണ്ടാക്കാനെ കൊണ്ട് നമ്മുടെ ലിവർ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇപ്പം ഞാനൊരു 300 ഗ്രാം ലിവർ എടുത്തിട്ടുള്ളത് ടിക്ക ഉണ്ടാക്കാനായുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ടിക്ക പീസിനകത്ത് നമ്മുടെ അരപ്പുകളൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് വെക്കണം. അപ്പോൾ എന്തൊക്കെ അരപ്പാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടിക്ക കഷ്ണത്തിനകത്തോട്ട് തൈരാണ്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കാം. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മതി. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ കാശ്മീരി മുളകാണ്. കാശ്മീരി മുളക് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂണാണ്. ടീസ്പൂണിൽ എടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ അങ്ങ് എടുത്താൽ മതി, കുഴപ്പമില്ല. ഇനി ഫൈനലി നമുക്ക് കോൺഫ്ലോർ ആണ്, അതായത് നമ്മുടെ ചോളപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇടണം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. അത് അത്യാവശ്യമല്ല, ഓപ്ഷണലാണ്. നമുക്ക് ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം. അതായത് ഞാനിപ്പം ഒരു 1/2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുള്ളൂ. ഇത് ഇത്ര എടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പിട്ടാൽ മതിയേ. അപ്പോൾ ഇത് നല്ലോണമൊക്കെ നമ്മളൊന്ന് ഇളക്കി ഇതിനകത്തോട്ട് നമുക്കിനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് ഒന്നുകൂടി നല്ലോണമൊക്കെ ഇളക്കണം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ലോണമൊക്കെ ഇളക്കി നമ്മുടെ മസാലയെല്ലാം എല്ലാ പീസിലും പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 1 മണിക്കൂർ മിനിമം നമ്മൾ വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഇനി ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കമ്പിയിൽ കോർത്ത് നല്ല ഉണക്കും കനലിൽ ചുട്ടെടുക്കണം. ടിക്കയുടെ ലിവർ സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ടിക്കയുടെ കൂടെ തന്നെ നമുക്ക് ഇത് കനലിൽ ചുട്ടെടുക്കണം. അപ്പം ശ്രദ്ധിക്കണം, ഒരു ചതുരം വരുന്ന രീതിയിൽ വേണം ടിക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാനെ കൊണ്ട്. അപ്പോൾ നമ്മൾ ടിക്കയ്ക്ക് വേണ്ടുന്ന അരപ്പൊക്കെ പുരട്ടി 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പം നമ്മുടെ ഈ കമ്പിയിലോട്ട് കയറ്റി കൊടുക്കാം. അത് ഇതിനകത്ത് കോർത്ത് നമുക്ക് കനലി ചുട്ടെടുക്കണം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വേറെ 2 കാര്യങ്ങൾ വേണം. നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ കൂട്ടം തന്നെ സവാളയും കട്ട് ചെയ്യണം. ഇത് ചതുരത്തിൽ കട്ട് ചെയ്യണം, ഇങ്ങനെ എതളായിട്ട് ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കമ്പിയിൽ കോർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് ഇങ്ങനെ കയറ്റി കൊടുക്കാം. ആദ്യമേ ക്യാപ്സിക്കം ഇട്ടു, അതിനുശേഷം സവാള ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഒരു പീസ് കരൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, വീണ്ടും അതേപോലെ തന്നെ ക്യാപ്സിക്കോ, സവാള. നമുക്കിങ്ങനെ ഓരോ സെറ്റും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റ് അടിപൊളിയായിട്ട് ഇത് കുത്തി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 10 പീസ് വെച്ചാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. നമ്മൾ ഒരുപാട് എടുക്കേണ്ട, നമുക്ക് അത്യാവശ്യം ഒരു 10 പീസ് എടുത്താൽ മതി. പിന്നെ ഈ കമ്പിക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു 30 രൂപ വിലയേ ഉള്ളൂ. അടുത്ത സെറ്റും കൂടി ഇതേ കണക്കും കുത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടിക്ക സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഇച്ചിരി ഉപ്പ് ഇതിൻ്റെ മണ്ടയ്ക്കൂടി ഇങ്ങനെ വിതറി കൊടുക്കണം. ഉപ്പ് മാത്രമല്ല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കണം നമുക്ക്. ഇനിയിപ്പോൾ ഇത് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കനലിനകത്തോട്ട് സെറ്റ് ചെയ്ത് ഇത് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കനൽ സെറ്റായിട്ടുണ്ട്. നമുക്ക് ടിക്ക അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ശ്രദ്ധിച്ച് വെക്കണം, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും കൊടുക്കണം, ഓരോ സൈഡ് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഓരോ ടിക്ക സെറ്റും നമ്മൾ ജസ്റ്റ് കറക്കി കൊടുത്തോണം, അല്ല ചിലപ്പം കരിയും. അത് ശ്രദ്ധിച്ചോണം, തീ കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും. ശ്രദ്ധിച്ച് കറക്കി എടുക്കണം നമുക്ക്.
അപ്പോൾ എല്ലാ സൈഡും ഇതേ കണക്കും റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ടിക്ക അങ്ങ് എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ടിക്ക അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല സ്മോക്കി സ്മെല്ല് വരണം ടിക്കയ്ക്ക്. ക്യാപ്സിക്കോയും ഓണിയനും ഒക്കെ അടിപൊളിയായിട്ട് സ്മോക്ക്ഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. നല്ല കിടുക്കാച്ചിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ലിവർ ആകുമ്പം വളരെ ടേസ്റ്റ് കൂടും. നമ്മുടെ ഇറച്ചി കഷ്ണം വെക്കുന്നതിൻ്റെ കൂട്ടല്ല, ലിവർ വെക്കുമ്പം വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുറേ കൂടി സ്പൈസസ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്മോക്കിനകത്തും കൂടിയുള്ളൊരു ഫ്ലേവർ വരും. നമ്മളിത് കണ്ണിൽ ചുടുന്ന സമയത്ത് ആ വരുന്ന സ്മോക്കിൻ്റെ ആ ഫ്ലേവറും കൂടി ആകുമ്പം അടിപൊളിയായിരിക്കും. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ടെങ്കിൽ ബൈ ബൈ.